എക്സ്ട്രീം ഡ്യൂഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഗാഡ്ജറ്റിനെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഒരുപാട് പോരായ്മകളൊക്കെ കാണുമെന്നറിയാം. ഈ വീഡിയോ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഒരുപാട് പോരായ്മകളൊക്കെ കാണും, അത് ഞങ്ങൾക്കറിയാം. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്, ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് സാധനം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങളിത് അൺബോക്സ് ചെയ്ത് ഒരു വട്ടം ക്ഷമ ഇട്ടിട്ട് ചെയ്തതാണ്. സംഭവം കറക്റ്റാണോ? ഫ്ലിപ്കാർട്ടിൻ്റെ ഇടയ്ക്ക് മാറിയൊക്കെ വരാറുണ്ട്, അതുകൊണ്ട് ഒന്ന് അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഇതിനകത്തുള്ളത് ഒരു HBQ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഇയർ പീസാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ അപ്പോൾ ആ പ്രൊഡക്റ്റ്. ഒരു ഇയർ പീസാണിത്. നമുക്കത് നോക്കാം. ഒരു ഇയർബഡാണ്. HBQ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഇയർബഡ്. സംഭവം ചൈനയാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഇത് തരുന്നത്. മൈക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും. ഇതാണ് എൻ്റെ യൂസർ മാനുവൽ. ഒരു സ്വിച്ചിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്ലേ ബട്ടണും ഒരുപാട് കാര്യങ്ങളും വോളിയം ബട്ടൺ വരെ ഇതിനകത്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതതിൻ്റെ ഒരു മിനി പവർ ബാങ്ക് ആണ്. നമുക്ക് ആ സെറ്റ് ചാർജ് ചെയ്യുന്ന ഇതിനകത്ത് തന്നെയാണ്. പിന്നെ ഉള്ളത് അതിനകത്ത് അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ അത് ചാർജ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. നമുക്കത് നോക്കാം. 2 ഇയർബഡ് അത് അതിലേക്ക് വെക്കുമ്പോൾ ചാർജ് ആവുന്നത്, അത് കാണിച്ചു തരാം. ഇതിലേക്ക് വെക്കുമ്പോൾ അത് ചാർജ് ആവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ സാധനം നമുക്ക് പവർ ബാങ്ക് ആയി ഉപയോഗിക്കാൻ സാധിക്കും. അതിന് ഇവിടെ പുറകിൽ പോർട്ടൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ചാർജ് ചെയ്യാനുള്ളൊരു മിനി ഒരു ചെറിയൊരു അഡാപ്റ്റർ, USB അഡാപ്റ്റർ. പിന്നെ അതിൻ്റെ ഞങ്ങളുടെ ഗിയറിനെ അനുസരിച്ചിടാനുള്ള കുറേ സാധനങ്ങൾ. പിന്നെ പുറകിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരുപാട് വേരിയൻറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സൂപ്പർ മിനി ഹെഡ്ഫോൺ, സ്പോർട്സ്, HDMI, അതിൻ്റെ കുറേ വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ അത് ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ 1500 mAh, 2600 mAh, 3500 mAh, ഇങ്ങനെ 3 വേരിയൻറ്റിലാണ് വരുന്നത്. അതിന് വില അനുസരിച്ച് മാറുന്നുണ്ട്. വെയിറ്റ് വെറും 3 ഗ്രാമാണ് ഇതുള്ളത്. വെച്ചാലും നല്ല കംഫർട്ടാണ് കേട്ടോ. ഞാൻ എല്ലാം വെച്ച് നോക്കിയിട്ട് പക്കയാണ്. എല്ലാം ബാസാണല്ലോ, നല്ല ബേസും കാര്യങ്ങളെല്ലാം ഉണ്ട്.